ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെ UAE ലെ 54th നാഷണൽ ഡേ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ നാഷണൽ ഡേയുടെ അന്ന് നൈറ്റ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എവിടെയൊക്കെ പോയി, എന്തൊക്കെ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്തത് എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു വ്ലോഗിലുള്ളത് കേട്ടോ. അപ്പോൾ നാഷണൽ ഡേയുടെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ നൈറ്റ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ റാസൽ ഗെയിമിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു നൈറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പോ സെൻറ്ററിൽ. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. താത്ത ഓൾറെഡി അവർ ഫാമിലി ആയിട്ട് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ പോയപ്പോൾ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ അവിടെ പോയത്. അവിടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോളുകൾ ഇട്ടിട്ട് അവിടെ ആൾക്കാർ ഇരിക്കുകയാണ്, കൂടുതലും അറബ്സാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുന്ന് അവർ ഫുഡ് വിൽക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ അവിടെ തന്നെ അപ്പിൾക്കപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോ ഐറ്റംസ് തരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുറേ ഫുഡ് സ്റ്റോൾ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കുട്ടികളുടെ കളിക്കുന്ന, കുട്ടികൾക്കുണ്ട് വലിയവർക്കുണ്ട് കളിക്കുന്ന ഓരോ കാറ് സംഭവങ്ങൾ, പിന്നെ പ്ലേ ഏരിയ, അതൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റോളുകളിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്ന മെയിൻ ഫുഡ് എന്ന് പറയുമ്പോൾ ലുക്കീമിട്ട്, റഗാഗൊക്കെയാണ്. ഇവിടെ നമുക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ളതിനെക്കാട്ടിയും കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ അവർ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ റുവ ബേബിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി കോഴിക്കുട്ടികളില്ലേ, കളർ കോഴിക്കുട്ടികൾ, പല കളേഴ്സിലുള്ള അതുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി താറാവ് കുട്ടികൾ, അതേപോലെ തന്നെ മൊയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചിയാമും ചീതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ തൊട്ട് നോക്കാനും അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അവൾക്ക് പേടിയൊന്നുമില്ല. ഇത്രയും ഫുഡ് സ്റ്റോളിൻ്റെ അവിടെ കൂടെ നമ്മളിങ്ങനെ ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്താണ് നമ്മൾ ഒരു ഫുഡ് സ്റ്റോൾ നോട്ടീസ് ചെയ്തത്. 1, 2, 3 അതുപോലെ 10 ദിറംസിനൊക്കെ ഐറ്റംസ് കിട്ടുന്ന ഒരു ഫുഡ് സ്റ്റോള്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോമോസ്, അതേപോലെ വേറെ മോമോസിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഐറ്റം, അങ്ങനത്തെ ഒക്കെയാണ് മെയിൻലി ഉള്ളത്. അപ്പം നമ്മൾ അവിടുന്ന് ആ 2 ഐറ്റംസ് ഓർഡർ ആക്കി. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് തന്നെ ലുക്കീമത്തും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ലുക്കീമത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് തന്നെ ആ ഒരു മോമോസ് അവർ 2 ടൈപ്പ് ഓഫ് ഡിപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് സോയ സോസാണ്, പിന്നെ ഒന്ന് അവരുടെ ഒരു സ്പെഷ്യൽ സോസാണ്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചു നോക്കിയത്. അപ്പോൾ സോയ സോസിൽ ഡിപ്പ് ചെയ്യുമ്പോൾ മോമോസ് ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്യുമ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കുറച്ച് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നി. പിന്നെ മോമോസ് പോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, അത് ട്രൈ ചെയ്ത് നോക്കി. അത് ഭയങ്കര അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഒരു തീരെ ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തത്. അതിൻ്റെ ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവർക്ക് അത് ഇഷ്ടപ്പെടും. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അവരുടെ കൺട്രിയിൽ അത് പോപ്പുലർ ആണെന്നുള്ള രീതി. പിന്നെ ലുക്കീമത്തിൽ ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ്. അത് പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്, നമ്മൾ കഴിക്കാറുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നൈറ്റ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നാഷണൽ ഡേയുടെ അന്ന് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് സഫാരി മോളിലേക്കാണ്. അവിടെ നമ്മൾ മുകളിൽ പോയി നോക്കിയപ്പോൾ സഫാരി ഉത്സവ കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റോളുകൾ ഇട്ടിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പല പല പേരിലാണ് ഓരോ സ്റ്റോളും ഉള്ളത്. ഒന്ന് ഐസ്ക്രീംസ് മാത്രമായിട്ടുള്ളത്, പിന്നെ ഫ്രഷ് ജ്യൂസസ്, പിന്നെയെന്ന് പറയുമ്പോൾ സർബത്തുകൾ, കുലുക്കി സർബത്ത്, നന്നാരി സർബത്ത്, അങ്ങനെയുള്ള ഐറ്റംസ് വെക്കുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ 90s മിഠായി കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൾ കണ്ടിട്ടാ. അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ
പണ്ടുണ്ടായിരുന്ന മിഠായികൾ ഇപ്പോഴും ഉണ്ട്. എന്നാലും അങ്ങനെ 90s ഓർമ്മകളിലുള്ള ചില മിഠായികളുണ്ടല്ലോ. കപ്പലണ്ടി മിഠായി, തേൻ മിഠായി, അതേപോലെ കാരക്ക മിഠായി, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോളുണ്ട്. പായസക്കട ഉണ്ട്. പായസക്കടയിൽ ഇങ്ങനെ പായസം ഉണ്ടാക്കി തരുന്നതല്ല, ജസ്റ്റ് ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കൺമഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട ഉണ്ട്. അവിടെ ഇങ്ങനെ കുപ്പിവള, മാല, പിന്നെ നോർമൽ ഇങ്ങനെ കല്ല് കല്ല് വളകൾ, പണ്ടൊക്കെ നമ്മൾ നേർച്ചക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ടൈപ്പ് വളകൾ ഇങ്ങനെ സെറ്റ് സെറ്റ് ആയിട്ട് കിട്ടില്ലേ, അങ്ങനത്തതും. പിന്നെ പൊട്ട്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു കടയിലുള്ളത്. പിന്നെ ഗെയിംസ് കളിക്കാനുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. പല ടൈപ്പിലുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസിൻ്റെ സെക്ഷൻ കാണുന്നുണ്ട്. പിന്നെ ബുക്ക് ഷോപ്പ് ഉണ്ട്. അതുപോലെ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേർച്ചക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ടോയ്സ് ഇല്ലേ, ഇങ്ങനെ ബലൂൺസ്, അങ്ങനെയുള്ളതും പല ടൈപ്പിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഉപ്പിലിട്ട ഐറ്റംസ്, അച്ചാർ, പിന്നെ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് മാങ്ങ ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ പിന്നെ നമുക്ക് കൊതിയായി. അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാങ്ങ ഉപ്പും മുളകും ഇട്ടത് വാങ്ങിച്ചിട്ട് നമ്മൾ അത് ട്രൈ ചെയ്തു കിട്ടാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മാങ്ങ അല്ല, അവർ പഴുത്ത മാങ്ങയിലാണ് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കഴിച്ച് രസമുണ്ട്, മധുരമുള്ളതുകൊണ്ട്. ഈ സഫാരി മാളിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഒരു ഗാനമേള സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ടൈം ചോദിച്ചപ്പോൾ 1.5 hour കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ടും അവിടെ കുറേ പേര് ചെയറിലൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോകാമെന്ന്. അപ്പോൾ അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് മനാർ മോളിലേക്കാണ്. അപ്പോൾ മനാർ മോളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് റാക്ക് ഈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അതിലും നമ്മളെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫുഡ് തന്നെ. എല്ലായിടത്തും ഇങ്ങനെ സ്റ്റോളുകൾ ഇടുക, പല ടൈപ്പിലുള്ള ഫുഡുകൾ വെക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഐറ്റം. അപ്പോൾ റാക്ക് ഈറ്റ്സ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു മനാർ മാളിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഇതേ അവിടെ ഒരു കങ്കാരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അടുത്ത് കുട്ടീസ് എല്ലാവരും നിൽക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഇതേ റാക്ക് ഈറ്റ്സിൻ്റെ ബോർഡ് കണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നാഷണൽ ഡേയിലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടിയും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ കുറേ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്, പല ടൈപ്പിലുള്ള ഫുഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ കാണാം. ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ട് കോട്ടൺ ക്യാൻഡി കണ്ടപ്പോൾ പിന്നെ ചിയാമൂക്ക് അത് വേണം പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒരു കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടാണ് പിന്നെ നമ്മളിങ്ങനെ നടക്കണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ആക്കാന്നുണ്ടായിരുന്നു. പിന്നെ താത്ത പറയണ്ടായിരുന്നു കേട്ടോ, റൈഗാഗ് ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഓരോ ഷോപ്പിലും പല പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. ചോക്ലേറ്റ് കോട്ടഡ് സ്ട്രോബെറീസും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇതേ ഇവിടെ ഒരു സ്പെഷ്യൽ ഹൽവ ഉണ്ട്. പക്ഷെ അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കൂടുതലാണ്. ഒരു ചെറിയൊരു ഗ്ലാസ്സിന് 25 dirhams വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങിച്ചില്ല. ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എത്രയും റേറ്റ് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് വാങ്ങണമെന്നില്ല. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക് ഒരു ഏരിയയിലെത്തിയപ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് അവരൊരു വീഡിയോ, നാഷണൽ ഡേൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ റഷായിട്ട് പിന്നെ അങ്ങനെ നിൽക്കാൻ നിന്നില്ല. അവിടുന്ന് നടന്ന് ബാക്കി സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഈ
സ്റ്റോളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ റഗാഗ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ്, ഒമാൻ ചിപ്സ് വെച്ചിട്ടുള്ള റഗാഗാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് ഓർഡർ ആക്കി. നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ ചീസും അതുപോലെ ഒമാൻ ചിപ്സും ഇട്ടിട്ടുള്ളത്. ഭയങ്കര തിന്നായിട്ടുള്ളൊരു സംഭവമാണ്, വേഗം കഴിച്ച് കഴിയും. പിന്നെ നമ്മൾ കുറച്ചും കൂടി നടന്നപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ പോകുന്നത് മീറ്റ് ദ ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് രാത്രിക്കലത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓഫർ കണ്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ബർഗറും പിന്നെ സാൻഡ്വിച്ചും ഫ്രൈസും എല്ലാം കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ വന്നതാണ്. നോക്കുമ്പോൾ ആ ഓഫർ റാസൽ കീമിലില്ല, അജ്മാൻ, ഷാർജ ഒക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയപ്പോൾ എല്ലാവർക്കും ഓരോ ബർഗർ ഓർഡർ ചെയ്ത് പിന്നെ ഒരു ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്ത്. ഞങ്ങളെല്ലാവരും ചിക്കൻ ബർഗറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബീഫാണ് കേട്ടോ ഓർഡർ ആക്കിയത്. പിന്നെ ലോഡഡ് ഫ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ പിന്നെ അവർ മൊസറല്ല സ്റ്റിക്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുന്നു തന്നു കോംപ്ലിമെൻ്ററി ആയിട്ട്. അങ്ങനെ നമ്മൾ അത് കഴിച്ചു. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ബർഗർ നമുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബർഗറിൻ്റെ ആ ഒരു പാറ്റി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കുറച്ചൊരു നമുക്ക് ചെറിയൊരു കാരമണം എടുക്കാമെന്ന് പറയില്ല, അങ്ങനെയൊക്കെ ഒരു ഫീലാണ് വന്നത്. അത് നമ്മൾ കഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം അവരോട് അത് പറഞ്ഞു. അവരതിന് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് കോർണിഷിൽ കണ്ടോ. കോർണിഷിൽ പിന്നെ ഫുൾ സ്നോ സ്പ്രേ, റിബൺ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കാർമലും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കണ പരിപാടിയാണുള്ളത്. നമ്മൾ ഫസ്റ്റ് അവിടെ പോണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആദ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ കുട്ടികൾ ചെയ്യണ കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ആദ്യനെ വിളിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്ന്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ നാഷണൽ ഡേ ദിവസത്തിലെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.